ഘടികാരങ്ങൾ നിലച്ച രാവിൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളും കാതോർത്തു. അവർ കേട്ട ശബ്ദം മെസ്സി 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 എന്നായിരുന്നു. ഹൃദയത്തിലേക്ക് കാൽപന്തിൻ്റെ ജീവശ്വാസം പകർന്നവർ, മെയ്യിലും മനസ്സിലും ലയണൽ മെസ്സിയെ പച്ചകുത്തിയവർ ആഘോഷത്തിൻ്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങ് കടലിനക്കരെ ലുസൈൻ സ്റ്റേഡിയത്തിൽ അവരുടെ മിശിഹ ലോക കിരീടം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ലോകം കാൽപന്തോളം ചുരുങ്ങിയ നിമിഷത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യം. ഗനിം അൽ മുഫ്താഹും മോർഗൻ ഫ്രീമാനും മാനവികതയുടെ പുതിയ പാഠം പറഞ്ഞു തുടങ്ങിയ ഖത്തർ ലോകകപ്പിന് ഏറ്റവും അർത്ഥവത്തായ വിരാമം. മെസ്സിയുടെ ലോകകപ്പ് നേട്ടത്തിൻ്റെ കഥ. ദ സ്റ്റോറി ബിഹൈൻഡ്. സാക്ഷാൽ മർഡോണയും ഒർട്ടേഗയും ബാറ്റിസ്റ്റൂട്ടയും റിക്കൽമിയും ഒക്കെ പലകുറി കണ്ട കിനാവിലേക്കായിരുന്നു മെസ്സി എന്ന ഇന്ദ്രജാലക്കാരുടെ യാത്ര. 1986 മുതലുള്ള അർജന്റീനക്കാരുടെ കാത്തിരിപ്പിനൊരു ഉത്തരം കൂടിയായിരുന്നു മെസ്സി. 1993 കോപ്പ അമേരിക്ക നേടിയതിനു ശേഷം കിരീട വരൾച്ച നേരിട്ട അർജന്റീനയ്ക്ക് 2005 അണ്ടർ 20 ലോകകപ്പ് കിരീടവും 2008 ബീജിംഗ് ഒളിമ്പിക്സ് കിരീടവും സമ്മാനിച്ചത് മെസ്സി ഉൾപ്പെടുന്ന സംഘമായിരുന്നു. അപ്പോഴും മേജർ കിരീടമെന്ന സ്വപ്നം ബാക്കിയായിരുന്നു. 2006 മുതൽ കാൽപന്തിന്റെ വിശ്വ പോരാട്ടത്തിൽ അർജന്റീനയ്ക്കൊപ്പമുണ്ട് മെസ്സി. ഗ്രൂപ്പ് ഘട്ടത്തിൽ സെർബിയക്കെതിരെ പകരക്കാരനായി കളത്തിലിറങ്ങുമ്പോൾ പ്രായം 18. മത്സരം എതിരില്ലാത്ത 6 ഗോളിന് അർജന്റീന സ്വന്തമാക്കുമ്പോൾ 1 ഗോൾ മെസ്സിയുടേതായിരുന്നു. പക്ഷേ അർജന്റീനയുടെ കുതിപ്പ് ക്വാർട്ടർ ഫൈനലിൽ അവസാനിച്ചു. 2010 ലോകകപ്പിലും അർജന്റീന കുപ്പായത്തിൽ മെസ്സി ഉണ്ടായിരുന്നു. വെള്ളവരയ്ക്കപ്പുറം തന്ത്രങ്ങളുമായ മറഡോണയും. ഒരത്ഭുതം കാത്തിരുന്നവരെ ഇരുവരും നിരാശരാക്കി. ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് കാലിടറി. ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2014 ബ്രസീലിൽ ലോകകപ്പിന് അർജന്റീന യാത്രയാകുമ്പോൾ രക്ഷകന്റെ പരിവേഷമായിരുന്നു മെസ്സിക്ക്. അത് ശരിവയ്ക്കുന്നതായിരുന്നു ടൂർണമെന്റിലെ പ്രകടനങ്ങൾ. മിന്നുന്ന ഫോമിൽ കളിച്ചേറിയ മെസ്സി ടീമിനെ കലാശപ്പോരിലെത്തിച്ചു. 1000 സ്വപ്നങ്ങൾ പൂവണിയുന്ന നിമിഷത്തിനായി കാത്തിരുന്നവരെ നിശബ്ദരാക്കി അന്ന് ജർമ്മനി കിരീടമണിഞ്ഞു. കിരീടപ്പോരിന്റെ അധിക സമയത്ത് മരിയോ ഗോഡ്സെയാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും ഹൃദയം തകർത്ത ഗോൾ നേടിയത്.